UK എൻ്റെ കൊച്ചു വീടിൻ്റെ ഹോം ടൂർ ചോദിച്ചവർക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് എൻ്റെ മെയിൻ ഡോറ്. അവിടെ നിന്ന് കയറി വന്നാൽ ഒരു ചെറിയ ഏരിയയുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ജാക്കറ്റുകളും അതുപോലെ തന്നെ ചെരുപ്പുകളും വെക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ചെരുപ്പ് എപ്പോഴും ഒരു കബോർഡിലാണ് വെക്കാറുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു ഡോറുണ്ട്. അത് തണുപ്പ് അധികം അകത്തോട്ട് വരാതെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ്. ആ ഡോറ് തുറന്ന് കയറിയാൽ ചെറിയൊരു വരാന്ത പോലെ ഏരിയ ഉണ്ട്. ഇത് മുകളിലോട്ട് പോകുന്ന സ്റ്റെയർസും അതുപോലെ തന്നെ താഴത്തെ കിച്ചണും ലിവിങ് റൂമിലോട്ടുമുള്ള എൻട്രൻസ് ആണ്. ഇതാണ് മുകളിലോട്ടുള്ള സ്റ്റെയർസ്. ഇവിടെ കാണുന്ന റേഡിയേറ്ററാണ്. ഇത് തണുപ്പ് കാലത്ത് നമുക്ക് ചൂട് നൽകുന്നു. ഇനി നമുക്ക് ലിവിങ് റൂമിലോട്ട് പ്രവേശിക്കാം. ഇവിടെ നമുക്ക് 2 സോഫ ഇടാനുള്ള സ്ഥലവും അതുപോലെ തന്നെ TV വെക്കാനുള്ള യൂണിറ്റും മറ്റുമുണ്ട്. ഒരു സോഫയിൽ ഞാൻ കവർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കളർ വ്യത്യാസം. അതുപോലെ തന്നെ ഫയർ പ്ലേസ് എന്ന യൂണിറ്റുമുണ്ട്. ഈ കാണുന്നതാണ് ഫയർ പ്ലേസ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വരുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചൂട് കിട്ടുന്നതിന് ഉള്ളതാണ്. ഇത് ഓൺ ചെയ്താൽ തീ കത്തുന്ന രീതിയിലുള്ള ചൂട് കിട്ടും. ഇവിടെ നിന്നും ഒരു ഡോറുണ്ട്. അത് ഡൈനിങ് റൂമിലോട്ടുള്ള ഡോറാണ്. ഇപ്പോൾ പുതിയ ട്രെൻഡ് ഡൈനിങ് റൂമും ലിവിങ് റൂമും ഒന്നിച്ചുള്ളതാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ അത് വ്യത്യസ്തമാണ്. ഇതാണ് എൻ്റെ ഡൈനിങ് ഏരിയ. ഇവിടെ നിന്നും പുറത്ത് നോക്കിയ ഒരു പേഷ്യോ ഏരിയ കാണാം. ഇത് തടി കൊണ്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ഇറങ്ങിയിരിക്കാൻ ചൂട് കാലത്ത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിച്ച് നടക്കുകയും പറ്റും. ഇതിൻ്റെ സൈഡിൽ ബാക്കി ഗാർഡൻസ് ഉണ്ട്. അവിടെ എനിക്കൊരു ആപ്പിൾ ട്രീയുമുണ്ട്, ഒരു കുളവുമുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ കിച്ചൺ. കിച്ചൻ്റെ ഓവനാണിത്. മെയിൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിയാൽ വർക്ക് ഏരിയ ഉണ്ട്. അവിടെ ഒരു ചെറിയ കിച്ചൺ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ഞാനിപ്പോൾ മീൻ വറുക്കുക അതുപോലെ തന്നെ നല്ല മണങ്ങൾ വരുന്ന കറികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മണങ്ങൾ റൂമുകളിലോട്ട് പോകുകയില്ല, പുറത്തോട്ട് പോകും.
അവിടെ എനിക്ക് വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇതിനോട് ചേർന്ന് ഗാരേജുണ്ട്. ഗാരേജിൽ കാർ പാർക്ക് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ കാർ പാർക്ക് ചെയ്യുന്നതിനുള്ള അതുവിധം ജങ്ക് സാധനങ്ങൾ വയ്ക്കുന്നതിനാണ് ഇതുപയോഗിക്കുന്നത്. ഇത് മെയിൻ കിച്ചൻ്റെ സ്റ്റൗവാണ്. ഇൻഡക്ഷൻ സ്റ്റൗവാണ് അവിടെയുള്ളത്. താഴെ എനിക്കൊരു ബാത്റൂമുണ്ട്. അതാണ് ഇനി കാണിക്കുന്നത്. അവിടെ ഷവർ ഉള്ള ഒരു ക്യൂബിക്കലുണ്ട്. ഇതാണ് ഷവർ ക്യൂബിക്കൽ. അതായത് കുളിക്കാനുള്ള എൻ്റെ ഡൈനിങ് റൂമിൻ്റെ വേറൊരു വ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയയുമുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോസ് ഉണ്ട്. ഇതാണ് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ആദ്യം കയറി വരുന്ന ഒരു റൂമിലോട്ടാണ്. അത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതിൻ്റെ പുറത്തു നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. ശാന്തതയും സമാധാനവും നൽകുന്ന ഒരു വ്യൂ ഉണ്ട്. പുറത്ത് തൊട്ടടുത്ത വീടുകളില്ലാത്തതിന് നല്ലൊരു ശാന്തത നമുക്ക് എപ്പോഴും അനുഭവിക്കാവുന്നതാണ്. ഇതിന് 2 അറ്റാച്ച്ഡ് കബേർഡ്സ് ഉണ്ട്. ഇതാണ് ആ റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ. ഇതാണ് എൻ്റെ കുളമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ആപ്പിൾ ട്രീ ആണ്. പിന്നെ മുകളിലൊരു ടോയ്ലറ്റ് ഉണ്ട്. അത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഷവറുമുണ്ട്. ഇതാണ് എൻ്റെ മാസ്റ്റർ ബെഡ്റൂം.
ഇതാണ് ഗാർഡൻ്റെ മുകളിൽ നിന്നുള്ള ഒരു രൂപം. മൂന്ന് ബെഡ്റൂം വീടാണ് ഇത്. ഒരു ബെഡ്റൂമിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നത് വീഡിയോ പോയതിനാൽ അത് കാണിക്കാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ കൊച്ചു വീട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.